മിൻഷി അലോഷ്യസ് നമ്മോടൊപ്പം ചേരുകയാണ്. മിൻഷി, എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? ഏതിലേക്ക്? ഈ പരാതിയിലേക്ക് വരുന്നത്? ഓക്കെ. പരാതിയിലോട്ട് വരുന്നത് ഐ സി എന്ന് പറയുന്ന ഒരു ഇന്റേണൽ കമ്മിറ്റി എല്ലാ സിനിമയ്ക്കും ഉണ്ടായാൽ മാത്രമാണ് ഒരു സിനിമ തുടങ്ങാനുള്ള ഒരു അനുമതി കൊടുക്കുള്ളൂ. അപ്പോൾ ഐ സിനെ മോണിറ്റർ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം ഞാൻ സംസാരിച്ചപ്പോൾ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന ഒരു സാർ ഫിലിം ചേംബറിന്റെ ആളാണ്. അപ്പം സജി നമ്പ്യാത്ത് സാർ, സജിത മഠത്തിൽ, അതുപോലെ തന്നെ റാണി എന്ന് പറയുന്ന ഈ വ്യക്തികളാണ് ഒരു പരാതി കൊടുക്കണം എന്നുള്ള ഇതിലോട്ട് വന്നത്. അപ്പം അങ്ങനെ പരാതി നമ്മൾ കൊടുത്തു എൻ്റെ എല്ലാ സംഘടനകൾക്കും. എങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്ട്രോങ് നടപടി എടുക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നിയമ നടപടി എന്നല്ല, നിയമ നടപടി എടുക്കില്ലെന്ന് ഞാൻ എടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഇൻസൈഡ് സിനിമ ഒരു സ്ട്രോങ് അവർക്കൊരു നടപടി എടുക്കണമെങ്കിൽ ദേ നീഡ് കംപ്ലൈന്റ്. മിൻഷി, ഈ പരാതിയിലൊന്നും ഈ നടന്റെ പേരോ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. ഈ സിനിമക്ക് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഒന്ന്, ഇയാളെ വെച്ചെടുക്കുന്ന കുറേ സിനിമകൾ ഇനിയും ഉണ്ടാവും. പകുതിക്ക് വെച്ച് നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാകും. ആ സിനിമയെ ബാധിക്കരുതല്ലോ. ഈ ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെല്ലാം ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്, ഈ വ്യക്തിയെ ഇപ്പം എത്ര ഇത് ഉപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോയി ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹത്തിനൊരു മാറ്റം വന്ന് തിരിച്ച് സിനിമയിൽ കയറേണ്ട സമയത്ത് ആളുകൾ ഇങ്ങനെ മുദ്ര കുത്തുമ്പോൾ എനിക്കുള്ളൊരു അങ്ങനത്തെ കുറച്ച്, അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ നിഷേധിക്കപ്പെടും എന്നുള്ള എൻ്റെ ഒരു കുറച്ച് പേഴ്സണൽ തോട്ട്സ് ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ പേര് പറയണ്ട എന്നുള്ളൊരു. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കടക്കം ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ഉണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നില്ല. ഷീസ് ഓൾസോ എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ആ ആർട്ടിസ്റ്റും ഈ പറഞ്ഞ പോലെ വളരെ വിഷമിച്ചിട്ടാണ് പോയത്. എന്നുവെച്ചാൽ ദിസ് വെർബൽ ഹറാസ്മെന്റ് ഉണ്ട്, സെക്ഷലി ഉള്ളൊരു അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് വെരി ബാഡ്. മിൻഷിയുടെ ഭാഗത്തുനിന്നുള്ള ഇന്നത്തുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്, ഇപ്പം സംഘടനകളെല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. ഐ സിയിലൂടെ ഇതിന്റെ മോണിറ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട്. ഐ സി ത്രൂ ആണ് അത്. പിന്നെ ബാക്കിയുള്ള അവര് നന്നായി അന്വേഷിച്ച് അതിന്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള സംഘടനകളിലോട്ടൊരു നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. അപ്പം അങ്ങനെ ആ ഒരു പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ഈ സംഘടനകളിലടക്കം അമ്മ സംഘടന അടക്കം ആരെങ്കിലും ബിൻസിയെ ബന്ധപ്പെട്ടുണ്ടോ? അമ്മ സംഘടനകളിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടീം, അഡ്ഹോക് കമ്മിറ്റി, എല്ലാവരും ബന്ധപ്പെട്ടിരുന്നു. തീർച്ചയായും. ഇനിയുള്ള ഒരു നീക്കുപോക്ക് എങ്ങനെയായിരിക്കും? ഇനിയുള്ള നീക്കുപോക്ക് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ അറിയില്ല. ഇപ്പൊ പ്രൊസീജിയർ ഫോളോ ചെയ്യണം, ഐ സിയുടെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നടപടികൾ എന്താന്ന് വെച്ചാൽ ഇൻസൈഡ് സിനിമ എടുക്കണം. ഇൻസൈഡ് ഒരു ഇന്റേണൽ ഒരു പ്രൊസീജിയർ നടക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രതികരിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തമായില്ല, അത് ഞാൻ വ്യക്തമായില്ല, എനിക്ക് വ്യക്തമായില്ല. ഒന്നും കൂടി സംസാരിക്കാമോ? ഡെഫിനറ്റ്ലി ആ സെറ്റും ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ഞാൻ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും എന്നെ മാന്യമായി ഡീൽ ചെയ്തിട്ടുള്ള ഒരു സെറ്റാണത്. ആൻഡ് ഡയറക്ടർ അടക്കം, അസോസിയേറ്റ് ഡയറക്ടർ അടക്കം, പ്രൊഡ്യൂസേഴ്സ് അടക്കം എന്നെ കംഫർട്ടാക്കി അദ്ദേഹത്തിന് വേണ്ട താക്കീതും നൽകിയിട്ടൊക്കെയുള്ള ഒരു ടീമാണ്. മാത്രമല്ല അതിൽ ഐ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഐ സിയിലെ ഒരു മെമ്പർ എന്നോട് വന്ന് പരാതിയുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടൊക്കെയാണ് അവരത്രയും പ്രോപ്പറായിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. അമ്മ ഒരു മൂന്നംഗ സമിതിയെ വെച്ചിട്ട് അന്വേഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഓക്കെയാണല്ലേ? അങ്ങനെ ഒരു പ്രൊസീജിയറിലൂടെ പോകണം അമ്മയുടെ നിലപാട്, അന്വേഷണം എന്ന് തന്നെയാണോ? ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു വേറൊരു പ്രൊസീജിയറാണ് എന്റെ അറിവിലുള്ളത്. ഫ്രം ഐ സി ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഐ സിയിലൂടെ ബാക്കിയുള്ള സംഘടനകളിലോട്ട് അതിന്റെ ഒരു അറിയിക്കും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അമ്മ എന്ന സംഘടന അവരുടേതായിട്ടുള്ള രീതിയിൽ, കാരണം അവർക്കിതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്.
ഡ്യൂ ടു ഫ്യൂ റീസൺസ് അവർക്ക് ഇതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുകയാണ്. ആൻഡ് ഇതിലൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത് ത്രൂ IC ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. വിൻസി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയെന്ന് വിൻസി പറയുമ്പോഴും ആ തരത്തിലല്ല ഉണ്ടായത്. സിനിമയിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടത് വിൻസിയാണ്. ഇപ്പോഴും തിയേറ്ററിലോടുന്ന പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെ ഷൈനോജ് അതൊക്കെ റോളുമുണ്ട്. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പലരും പറയുകയുണ്ടായി. അതാണോ? എനിക്ക് ഇപ്പം അങ്ങനത്തെ ഒരു പരാമർശത്തിലോട്ടൊന്നും പോകാൻ താല്പര്യമില്ല. എന്തായാലും സിനിമയുടെ ഉള്ളിൽ നിന്നും ഈ പറഞ്ഞ സംഘടനകൾ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് മാത്രം അറിയാം. ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊന്നും എനിക്ക് ഇപ്പം സംസാരിക്കാൻ താല്പര്യമില്ല. ഇല്ല നിയമപരമായിട്ടുള്ള നടപടിയിലോട്ട് പോകാൻ താല്പര്യമില്ല.